കേരള വാട്ടർ അതോറിറ്റി ശബരിമലയിലെ ജലശുദ്ധീകരണശാലകളുടെ പ്രവർത്തനം പൂർണ്ണശേഷിയിലേക്ക് ഉയർത്തി. ശബരിമല തീർത്ഥാടന സീസണിൽ ഭക്തജന പ്രവാഹം സാധാരണ ആയിരിക്കുന്ന ദിവസങ്ങളിൽ 18 മണിക്കൂർ ജലശുദ്ധീകരണമാണ് നടക്കുന്നത്. മകരവിളക്ക് മഹോത്സവ കാലത്തെ ഭക്തജന തിരക്കിന്റെ ഭാഗമായാണ് 13 ദശലക്ഷം ലിറ്ററിന്റെ ജലശുദ്ധീകരണ ശേഷി പൂർണ്ണമായി വിനിയോഗിക്കാൻ 24 മണിക്കൂർ ഉത്പാദനം ആരംഭിച്ചതെന്ന് വാട്ടർ അതോറിറ്റി പമ്പ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രദീപ് കുമാർ MS അറിയിച്ചു. റിവേഴ്സ് ഓസ്മോസിസ് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയാണ് ശബരിമലയിൽ ഭക്തജനങ്ങൾക്കായി കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്നത്. അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് ജലം അണുവിമുക്തമാക്കി വാട്ടർ കിയോസ്കുകളിലൂടെ ഭക്തർക്ക് വിതരണം ചെയ്യും. 35,000 ലിറ്റർ ശുദ്ധജലമാണ് ഇത്തരത്തിൽ പമ്പ മുതൽ സന്നിധാനം വരെ വിതരണം ചെയ്യുന്നത്. ഇതിനായി 5,000 ലിറ്റർ ശേഷിയുള്ള 13 RO പ്ലാന്റുകളാണ് ഉള്ളത്. കൂടാതെ നിലയ്ക്കലിൽ 1000 ലിറ്റർ കപ്പാസിറ്റിയുള്ള 26 പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവയെല്ലാം തന്നെ ഇപ്പോൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുകയാണ്. പമ്പ ത്രിവേണിയിലുള്ള ഇൻടേക്ക് പമ്പ് ഹൌസിൽ നിന്നുമാണ് ജലശുദ്ധീകരണത്തിനുള്ള റോ വാട്ടർ ശേഖരിക്കുന്നത്. പ്രഷർ ഫിൽട്രേഷൻ നടത്തി അണുവിമുക്തമാക്കിയാണ് ഇത് വിതരണം ചെയ്യുന്നത്. സന്നിധാനത്ത് 8 ദശലക്ഷം ലിറ്ററിന്റെയും പമ്പയിൽ 5 ദശലക്ഷം ലിറ്ററിന്റെയും വിതരണ ശേഷിയാണ് വാട്ടർ അതോറിറ്റിക്കുള്ളത്. 2024 NABL സർട്ടിഫിക്കേഷൻ ലഭിച്ച പമ്പയിലെ ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ അസംസ്കൃത ജലവും ശുദ്ധജലവും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ശുദ്ധീകരിച്ച ജലം നീലിമല ബോട്ടം 2 ലക്ഷം ലിറ്റർ, നീലിമല ടോപ്പ് 2 ലക്ഷം ലിറ്റർ, അപ്പാച്ചിമേട് 2 ലക്ഷം ലിറ്റർ, ശരംകുത്തി 6 ലക്ഷം ലിറ്റർ പമ്പുകളിൽ ശേഖരിച്ചാണ് വിതരണം ചെയ്യുന്നത്. മകരവിളക്ക് സമയത്ത് ഈ ജലസംഭരണികൾ പൂർണ്ണശേഷി നിലനിർത്തും. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി നിലയ്ക്കലിലേക്കുള്ള ടാങ്കർ മുഖേനയുള്ള ജലവിതരണം പ്രതിദിനം 1700 കിലോ ലിറ്ററിൽ നിന്ന് 2000 കിലോ ലിറ്ററായി ഉയർത്തിയിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ പമ്പ സെക്ഷനിൽ നിലവിൽ 180 ജീവനക്കാരാണ് 3 ഷിഫ്റ്റുകളിലായി ജലശുദ്ധീകരണവും വിതരണവും നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.